പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാനിന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മളെ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയാണ്. ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി BJPയുടെ വലിയ ഒരു ഏജന്റ് ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങളുമായി അയാൾ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഹിന്ദു മുസ്ലിം വിഭജനം സൃഷ്ടിച്ച് അതിലൂടെ BJPക്ക് ഒരു രാഷ്ട്രീയ സ്പേസ് കണ്ടെത്തിക്കൊടുക്കുക എന്നുള്ള ദൗത്യമാണ് വെള്ളാപ്പള്ളി നടേശൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വെള്ളാപ്പള്ളിയുടെ നടേശൻ്റെ മകൻ പണ്ട് ദുബായിൽ ഒരു ചെക്ക് കേസിലാകപ്പെട്ട് ജയിലിലായപ്പോൾ അവിടെ കോടികൾ ചെലവഴിച്ച് അദ്ദേഹത്തെ രക്ഷിച്ചെടുത്തിട്ടുള്ളത് യൂസഫ് അലി സാറായിരുന്നു. യൂസഫ് അലി സാറ് ഇത്തരത്തിൽ വലിയ സഹായങ്ങളാണ് സംഘികൾക്ക് വേണ്ടി ചെയ്തു കൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പ്രസ്താവന കാണുകയുണ്ടായി. ജമാഅത്തുൽ ഇസ്ലാമിയും SDPIയുമാണ് ഞങ്ങളുടെ ശത്രുക്കൾ, അല്ലാതെ മുസ്ലിങ്ങൾ അല്ല എന്നുള്ളത്. എങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ചൂരിയിലെ റിയാസ് മൗലവിയും കാസർകോട്ടെ ഫഹദ് മോനും കൊടിഞ്ഞിയിലെ ഫൈസലും ജമാഅത്തുൽ ഇസ്ലാമി SDPI ആയിരുന്നു. നിങ്ങൾ അവരെ എന്തിനു കൊന്നുതള്ളി? ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് നിരപരാധികളായ മുസ്ലിങ്ങളെ നിങ്ങൾ കൊന്നുതള്ളി. ഇപ്പോഴും പല കോലത്തിൽ നിങ്ങൾ മുസ്ലിങ്ങളെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള നിങ്ങളാണ് ഇവിടെ വന്ന് പറയുന്നത് മുസ്ലിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല, ജമാഅത്തുൽ ഇസ്ലാമി SDPIയുമാണ് ഞങ്ങളുടെ ശത്രുക്കൾ എന്നുള്ളത്. ഇത് അരിയാഹാരം കഴിക്കുന്ന ഏവർക്കും തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ്. ക്രിസ്ത്യാനികളിലെ ഒരു വിഭാഗത്തെ നിങ്ങൾ അവരുടെ ഇടയിൽ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ച് നിങ്ങളുടെ വശത്താക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് മുസ്ലിങ്ങളെ പാട്ടിലാക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി ഇപ്പോൾ നിങ്ങൾ പല പദ്ധതികളും ആവിഷ്കരിച്ച് മുസ്ലിം വീടുകൾ ഗൃഹസന്ദർശനം പോലുള്ള പദ്ധതികളിലൂടെ മുസ്ലിങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, മുസ്ലിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. മാത്രവുമല്ല, മുസ്ലിങ്ങൾ ഈ പണം കൊണ്ടോ പണത്തിലോ ഭീഷണിയിലോ ഒന്നും കൊണ്ടും നിങ്ങൾക്ക് അവരെ വിലക്കെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അബ്ദുള്ള കുട്ടിയെ പോലെ ഏതെങ്കിലും ഈ ലക്ഷത്തിൽ ഒരുവൻ ഈ നാലണ കണ്ടാൽ നക്കിയെടുക്കുന്ന അബ്ദുള്ള കുട്ടിയെ പോലുള്ള നാറികളെ നിങ്ങൾക്ക് കിട്ടിയേക്കാം. അല്ലാതെ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ഒരു തരത്തിലും നിങ്ങളുടെ വശത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല. അത് നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. Thanks for watching everyone. Goodbye.